ലോകം വാർദ്ധക്യത്തിലേക്ക് കടക്കുകയാണ്, പെട്ടെന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ലോഞ്ചിവിറ്റി, അതായത് നമ്മുടെ ആയുർദൈർഘ്യത്തിലുണ്ടായ വലിയ വളർച്ച. അതായത് ആയുർദൈർഘ്യം നേരത്തെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ സ്വതന്ത്രമായ കാലത്ത് 30 വയസ്സായിരുന്നു നമ്മുടെ ആയുർദൈർഘ്യം. പക്ഷേ അതിപ്പോൾ 72 വയസ്സായിട്ട് മാറി. കേരളത്തിലാണെങ്കിൽ ആയുർദൈർഘ്യം 74 വയസ്സാണ് ശരാശരി. പുരുഷന്മാർക്ക് 74 വയസ്സ്, സ്ത്രീകൾക്ക് 78 വയസ്സ്, ശരാശരി എടുക്കുമ്പോൾ 76 വയസ്സ്. അതായത് സ്ത്രീകൾക്കാണ് കേരളത്തിൽ കൂടുതൽ ആയുർദൈർഘ്യമുള്ളത്. അവർക്ക് 78 വയസ്സ്, പുരുഷന്മാർക്ക് 74 വയസ്സ്, ശരാശരി എടുക്കുമ്പോൾ 76 വയസ്സ് കേരളത്തിലെ ആയുർദൈർഘ്യത്തിൻ്റെ സ്ഥിതി. അപ്പം അത് കേരളത്തിൽ മാത്രമാണ്. ഓൾ ഇന്ത്യ തലത്തിൽ ആയുർദൈർഘ്യം 72 മാത്രമാണ് ശരാശരി. അപ്പോൾ ഇങ്ങനെ അത് ഇന്ത്യയിലെ ആയുർദൈർഘ്യം അത്രയേ ഉള്ളൂ. പക്ഷേ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആയുർദൈർഘ്യം അതിനേക്കാളുമൊക്കെ വളരെ ഉയർന്നു നിൽക്കുന്നു. അതാണ് അവസ്ഥ. അപ്പം ആയുർദൈർഘ്യം വർദ്ധിക്കുന്നു ഒരു വശത്ത്, അതായത് 60+ പോപ്പുലേഷൻ ഒരുപാട് കൂടി വരുന്നു. മറു സൈഡിൽ ബർത്ത് റേറ്റ്, ജനന നിരക്ക് കുറയുന്നു. അപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി തന്നെ എടുക്കാം. 1976 ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി എന്തായിരുന്നു? ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. എന്താണ് റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്? അതായത് നിലവിലിരിക്കുന്ന ജനതയെ റീപ്ലേസ് ചെയ്യത്തക്ക രീതിയിലുള്ള പോപ്പുലേഷൻ ഗ്രോത്ത്, സ്റ്റേബിൾ പോപ്പുലേഷൻ ഗ്രോത്ത്. പോപ്പുലേഷൻ ഒരുപാട് വർദ്ധിക്കാനും പാടില്ല, പോപ്പുലേഷൻ താഴേക്ക് പോകാനും പാടില്ല. അതായിരുന്നു ഇന്ത്യയുടെ 1976 പോപ്പുലേഷൻ പോളിസി. ആ പോളിസി അതുപോലെ ഫോളോ ചെയ്തു വന്ന തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത്, അതായത് പോപ്പുലേഷൻ ഗ്രോത്ത് ഒരുപാട് ഏകദേശം സ്റ്റേബിളായി എന്ന രീതിയിലെത്തി. കേരളം മറിച്ചാണ്. കേരളത്തിൽ പോപ്പുലേഷൻ ഗ്രോത്ത്, അതായത് ഈ റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് ഈക്വൽ ടു യൂണിറ്റി എന്ന് പറയാം. മറിച്ച് കേരളത്തിൻ്റെ കാര്യം എടുക്കുമ്പോഴേക്കും പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് ലെസ് ദാൻ യൂണിറ്റി എന്ന അവസ്ഥയിലെത്തി. എന്ന് വെച്ചാൽ എന്താണ് ഈ റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ? ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും കൂടെ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് പറയുക, നമുക്ക് 2 കുട്ടികൾ മതി, ഒരു കുട്ടി നിന്നെ റീപ്ലേസ് ചെയ്യാൻ, ഒരു കുട്ടി എന്നെ റീപ്ലേസ് ചെയ്യാൻ എന്ന് ഹസ്ബൻഡും വൈഫും അത് റീപ്ലേസ്മെൻറ്റ് റേറ്റ് പൂർത്തിയായില്ല. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് എന്താ പറയുന്നത്? പ്ലസ് എ ബിറ്റ്. നിന്നെ റീപ്ലേസ് ചെയ്യാൻ ഒരു കുട്ടി, എന്നെ റീപ്ലേസ് ചെയ്യാൻ ഒരു കുട്ടി, പ്ലസ് എ ബിറ്റ്. എന്തിനാ ഈ പ്ലസ് എ ബിറ്റ്? അങ്ങനെ കുട്ടികൾ ഉണ്ടാവില്ലെന്ന് നമുക്കറിയാം. എന്ന് വെച്ചാൽ ചില കപ്പിളിനൊക്കെ 3 കുട്ടികൾ വേണം. എന്തിനാണ്? എന്നും സെലിബസി മെയിൻറ്റെയിൻ ചെയ്യുന്നവരെയും അതുപോലെ എന്താ പറയുക ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ റീപ്ലേസ് ചെയ്യാനായിട്ട് ആണ് ഈ പ്ലസ് സംതിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ, അതായത് ശരിക്കും പറഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് ഈക്വൽ ടു യൂണിറ്റി എന്ന ആ തത്വം. അതാണ് എല്ലാ രാജ്യങ്ങളും ഫോളോ ചെയ്യുന്നത്. പക്ഷേ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ എന്താ സംഭവിച്ചത്? ഈ ലെസ് ദാൻ യൂണിറ്റിയാണ് അവരുടെ ഒക്കെ രീതി. അതായത് പലരും വിവാഹം കഴിക്കുന്നില്ല, കഴിച്ചവർ തന്നെ കുട്ടികൾ വേണ്ടെന്ന് വയ്ക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും കല്യാണം കഴിച്ചവർക്ക് തന്നെ ഒരു കുട്ടി മതിയെന്ന് വെക്കുന്നവരുണ്ട്. അത് ഇപ്പോൾ ഇന്ത്യയിലും ധാരാളമായിട്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. കേരളത്തിൽ അതുകൊണ്ടാണ് റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്തിൽ താഴെ പോയിരിക്കുന്നത് പോപ്പുലേഷൻ. അപ്പം ആഗോള തലത്തിൽ ISSA കണ്ടെത്തിയത് ലോഞ്ചിവിറ്റി, ആയുർദൈർഘ്യം വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം മെഡിക്കൽ ഫെസിലിറ്റീസും മറ്റതുപോലെയുള്ള സൗകര്യങ്ങളുടെയൊക്കെ നല്ല ന്യൂട്രീഷ്യൻ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു, ആരോഗ്യ സംരക്ഷണം നന്നായി നടത്തുന്നു. അതൊക്കെ കാരണം കൊണ്ട് ആയുർദൈർഘ്യം വർദ്ധിച്ചു പോകുന്നു. അതേ സമയത്ത് ജനന നിരക്ക്, അതായത് കുഞ്ഞുങ്ങളുടെ ജന്മം കുറഞ്ഞു വരുന്നു. എന്നാൽ കുടുംബങ്ങളെല്ലാം, അതായത് പിന്നെ യുവാക്കളും യുവതികളും ഒന്നുകിൽ വിവാഹം കഴിക്കണ്ട എന്ന് വിചാരിച്ച് ഒന്നിച്ച് ജീവിക്കുന്നവരുണ്ട്. ഇനി അതുമല്ല, കുട്ടികൾ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ ഒന്നു മതി എന്ന് വിചാരിക്കുന്നവർ. ഇങ്ങനെ പലതരത്തിൽ, അതായത് പോപ്പുലേഷൻ ഗ്രോത്ത് യൂണിറ്റിയേക്കാൾ താഴ്ന്നു പോയിരിക്കുന്നു യൂറോപ്യൻ കൺട്രീസിലൊക്കെ. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ISSAയുടെ കണക്കനുസരിച്ച് ലോക ജനത 2050 ആകുമ്പോഴേക്ക്
60 കഴിഞ്ഞവർ 11.7%. സോറി, ഇപ്പോൾ ഈ 2023 കണക്കാണ് ഈ പറയുന്നത്. 2023 24 2023 കണക്കനുസരിച്ച് 60+ പോപ്പുലേഷൻ ലോക ശരാശരി 11.7%. പക്ഷേ 2050 ആകുമ്പോഴേക്കും ഇത് 21.1% വർദ്ധിക്കും, 60+ പോപ്പുലേഷൻ. പക്ഷേ ആ സമയം 2050 ആകുമ്പോഴത്തേക്കും 80 കഴിഞ്ഞവരുടെ സൈസ് ഇപ്പോഴുള്ളതിൻ്റെ 3 ഇരട്ടിയായിട്ട് വർദ്ധിക്കുമെന്ന്. അതുകൊണ്ടാണ് ഈ ഇൻ്റർനാഷണൽ അസോസിയേറ്റ് പറയുന്നത് ലോകം വാർദ്ധക്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വാർദ്ധക്യത്തിലേക്ക് പോകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് സിൽവർ ഡിവിഡൻഡ് നേടാൻ ശ്രമിക്കുക. എന്താണ് സിൽവർ ഡിവിഡൻഡ് എന്നതിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപായിട്ട് ഞാൻ ഇന്ത്യയുടെ കേസ് ഇത്തിരി നോക്കാം. ഇന്ത്യയുടെ കേസ്, അപ്പോൾ ഇന്ത്യയുടെ കേസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയുക. അപ്പോൾ ഇങ്ങനെ ഏജിങ് പോപ്പുലേഷൻ, അതായത് ലോകം വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് എങ്കിൽ അപ്പോൾ സിൽവർ ഡിവിഡൻഡ്, അപ്പം നമ്മളിപ്പോൾ പറയുന്നത് എന്താ? നമ്മുടെ നരേന്ദ്രമോദിജി പറഞ്ഞു, നമ്മൾ 2023 ഓഗസ്റ്റിലാണ് 144,17,00,000 ജനങ്ങളുമായിട്ട് ലോകത്തെ 1ാമത്തെ പോപ്പുലേഷനായിട്ട് മാറിയത്. അങ്ങനെ മാറിയ സമയത്ത് നരേന്ദ്രമോദിജി പറഞ്ഞത് സത്യമാണ്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്ന്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉള്ള രാജ്യം, അതായത് യുവജനത ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് ഇന്ത്യ. പറഞ്ഞതിൻ്റെ പൊരുൾ അതാണ്. അപ്പോൾ ഇന്ത്യയുടെ ശരാശരി ഏജ് 28.4. അത് ഇപ്പോൾ ഒരു പക്ഷേ 28.5 തന്നെ കൃത്യമായിട്ടായിട്ടുണ്ടാകും, 28.4. അതേ സമയത്ത് നമ്മൾ ഓർക്കണം, ജപ്പാൻ്റെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 49.4. ചൈനയുടേതോ അത് 39.6. അമേരിക്കയുടേതാണെങ്കിൽ 38.5. ഇനി യൂറോപ്യൻ രാജ്യങ്ങൾ ഓരോന്നെടുത്താലും ഇതുപോലെ ഈ 38ൻ്റെ മുകളിലേക്ക് ഒക്കെ ആയിരിക്കും എല്ലാം പോകുന്നത്. അപ്പോൾ അങ്ങനെ ലോഞ്ചിവിറ്റി, ശരാശരി വയസ്സ്, ആയുർദൈർഘ്യം കൂടുന്നു. പക്ഷേ ശരാശരി ഏജ് ഇത്ര ഉയർന്നു നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജനന നിരക്ക് വളരെ താഴ്ന്നു പോയി എന്നുള്ളതുകൊണ്ടാണ്. ശരാശരി വയസ്സാണല്ലോ എടുക്കുന്നത്. ശരാശരി വയസ്സാണല്ലോ ഈ പറഞ്ഞ ഇന്ത്യയുടെ 28.4 എന്നും ജപ്പാൻ്റേത് 49.4 എന്നൊക്കെ പറയുന്ന ശരാശരി വയസ്സാണ്. അപ്പം കൊച്ചുകുട്ടികളുടെ എണ്ണം ഒരുപാട് കുറഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് ശരാശരി എടുക്കുമ്പോഴേക്കും വൃദ്ധരുടെ എണ്ണം കൂടുന്നു, കൊച്ചുകുട്ടികളുടെ എണ്ണവും യുവാക്കളുടെ എണ്ണവും കുറയുന്നു. അതുകൊണ്ടാണ് ശരാശരി എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഇത് കാണുന്നത്. അപ്പം നമ്മൾ ഓർക്കണം, ഈ ചൈനയുടെ കാര്യം തന്നെ. ചൈനയുടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 39.6. ഇതിനേക്കാൾ ഉയർന്നതായിരുന്നു ചൈനയുടെ ശരാശരി ഏജ്. എങ്ങനെയാണ് അത് കുറച്ച് താഴുന്നത്? അതിന് താഴാനുള്ള കാരണം 1 ചൈൽഡ് പോളിസിയാണ് ചൈന പല ദശകങ്ങളിൽ ഫോളോ ചെയ്തത്. പക്ഷേ അവസാനം വൃദ്ധരുടെ ചൈനയായി മാറുന്നു. ജോലി ചെയ്യാൻ ആൾക്കാരില്ല, GDP ഗ്രോത്ത് കുറയുന്നു. അങ്ങനെയുള്ള അനിഷ്ടങ്ങൾ ഉണ്ടായപ്പോഴാണ് ചൈന ഈ പോപ്പുലേഷൻ പോളിസിയിൽ ഒരു മാറ്റം വരുത്തിയത്. 2 കുട്ടികളോ അതിൽ കൂടുതലോ ആകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചൈനയുടെ പോളിസി. അപ്പോൾ അങ്ങനെ കൂടുതൽ കുട്ടികളെ അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും പക്ഷേ പ്രയോജനം വളരെ കുറവാണ് കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ മനുഷ്യർക്ക് ചില സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് മറിച്ച് ചിന്തിക്കാൻ ഇഷ്ടമില്ല. ഒരു കുട്ടി ഉണ്ടായാൽ, അതായത് നമുക്കറിയാം പ്രീനേറ്റൽ ടു പോസ്റ്റ്നേറ്റൽ, അതായത് ആ കുട്ടിയെ ഗർഭാവസ്ഥയിൽ മുതൽ അമ്മ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, അതുപോലെ അച്ഛനും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആ കുട്ടിക്ക് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി കിട്ടേണ്ട പോഷണം, കിട്ടേണ്ട ജീവിത സാഹചര്യം, ഇതൊക്കെ നന്നായി കൊടുത്താൽ മാത്രമേ ജനിക്കുന്ന കുട്ടിയും നന്നായിട്ട് നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്ന ഒരു കുട്ടിയാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അത് കഴിഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലോ 5 വയസ്സ് വരെ നമുക്കറിയാം, 5 വയസ്സ് വരെ ഏറ്റവും നല്ല പോഷകാഹാരവും മറ്റെല്ലാം കൊടുത്തു വേണം, എല്ലാ കെയറോടും കൂടി വേണം ഒരു കുട്ടിയെ വളർത്താൻ. അപ്പോൾ അതിനൊക്കെയുള്ള അസൗകര്യം അല്ലെങ്കിൽ ഈ താല്പര്യമില്ലായ്മ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുട്ടികളെ വളർത്തിയെടുക്കുക ഒരുപാട് ഡെഡിക്കേഷനൊക്കെ വേണം, കമ്മിറ്റ്മെൻറ്റ്. അതൊക്കെ ഇല്ലാത്തത് കൊണ്ട് ചൈനക്കാർ ഒരു കുട്ടി പോലും വേണ്ട എന്നൊക്കെ വിചാരിക്കുന്നവരായിരുന്നു ഒത്തിരി. ഇപ്പോൾ ഒരുപാട് പ്രോത്സാഹനങ്ങൾ, ചൈന മാത്രമല്ല ലോകത്തെ എല്ലാ ഡെവലപ്ഡ് ഇക്കോണമീസിലും 3 വർഷം അമ്മയ്ക്ക് മറ്റേണിറ്റി ലീവ് കൊടുക്കുക വിത്ത് സപ്പോർട്ട് ഓഫ് സാലറി.
ശമ്പളത്തിൽ നിന്ന് ഒരു കുറവും വരുത്താതെ തന്നെ 3 വർഷം മറ്റേണിറ്റി ലീവ് കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട്. അത് അച്ഛനും 1 വർഷമൊക്കെ മറ്റേണിറ്റി ലീവ് കൊടുക്കുന്ന രാജ്യം, അച്ഛന് അമ്മയ്ക്ക് 3 വർഷം കൊടുക്കുമ്പോൾ അച്ഛന് 1 വർഷം കൊടുക്കുക. ഈ തരത്തിലൊക്കെ എല്ലാ സൗജന്യങ്ങളും മറ്റു പല സൗജന്യങ്ങളും വച്ച് നീട്ടുക. ഇതൊക്കെ കൊടുത്ത് ഒരു കുട്ടിയെയെങ്കിലും നിങ്ങൾ ഒന്ന് സൃഷ്ടിക്കുക എന്ന് കേണപേക്ഷിക്കുകയാണ് ഇപ്പോൾ രാജ്യങ്ങൾ. എന്താ കാരണം? അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വാർദ്ധക്യം പ്രാപിച്ച രാജ്യമായി അങ്ങ് മാറും. അപ്പം ഈ ശരാശരി ഏജ് ഇങ്ങനെ 49 കൂടി നിൽക്കുന്ന ജപ്പാനെ പോലെയുള്ള, 38 കൂടി നിൽക്കുന്ന ചൈനയെ പോലെയുള്ള ഒക്കെ രാജ്യങ്ങളാണ് ഇന്നുള്ളത്. അതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ ഈ സോഷ്യൽ അസോസിയേറ്റ് ഇങ്ങനെ ഒരു പഠനം നടത്തി എന്താണ് പ്രതിവിധി, ഇതിന് പ്രതിവിധി നേരത്തെ കാണണം. അങ്ങനെ ആ പഠനത്തിൽ തന്നെ അവർ പറയുന്നുണ്ട് കൂടുതൽ കുട്ടികളെ വേണം. അതായത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ അങ്ങനെ പോകാൻ പാടില്ല. ചൈന ഇപ്പോൾ അങ്ങനെയല്ല. ചൈന ഇപ്പോൾ റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്തിനേക്കാൾ കൂടുതൽ, നിങ്ങൾ 2 കുട്ടികളെയോ അതിൽ കൂടുതലോ ആകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ടത്തെ കഥകളൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും. ചൈന എങ്ങനെയായിരുന്നു എന്നറിയാമോ? പെൺകുഞ്ഞുങ്ങളെ വേണ്ട, ആൺകുട്ടി മതി അവർക്ക്. അങ്ങനെ പെൺകുഞ്ഞുങ്ങൾ ആണ് ഉണ്ടാകുന്നത് എങ്കിൽ ആ കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ തന്നെ എടുത്ത് തലകീഴായി ഒരു ഭരണിയിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് മുക്കി കൊല്ലുമായിരുന്നു. അങ്ങനത്തെ കഥകളൊക്കെയാണ് ചൈനയിൽ നമ്മൾ കേട്ടിരുന്നത്. അങ്ങനെ പെൺഭ്രൂണഹത്യ നടത്തി, ഏറ്റവും കൂടുതൽ പെൺഭ്രൂണഹത്യ നടത്തുന്ന രാജ്യമായിരുന്നു ചൈന. ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറി ആണാകട്ടെ പെണ്ണാകട്ടെ 2ൽ കൂടുതൽ കുട്ടികളാകട്ടെ, അതാണ് സന്തോഷം. അതിനുവേണ്ടിയാണ് ആ സൗജന്യങ്ങൾ കൊടുക്കുന്നത്. അതാണ് ചൈന. അങ്ങനെ ചൈന മാറിയതുപോലെ തന്നെ മറ്റു പല വെസ്റ്റേൺ കൺട്രീസും ഇതുപോലെ ഒരുപാട് സ്റ്റെപ്സ് എടുത്ത് ഈ 3 വർഷ മറ്റേണിറ്റി ലീവ് പോലെയുള്ള സ്റ്റെപ്സൊക്കെ എടുത്താണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാറിയില്ലെങ്കിൽ ഇപ്പോൾ ISSA പറയുന്നത് പോലെ തന്നെ ഒരു വൃദ്ധ ലോകത്തിലേക്ക് നാം എത്തിപ്പെടും. അപ്പോൾ ഇനി നമുക്ക് ഇന്ത്യയുടെ കാര്യത്തിൽ എങ്ങനെയൊക്കെയാണ് ഒന്നൊന്ന് നോക്കാം. അതായത് ഇന്ത്യയുടെ കാര്യത്തിൽ തന്നെ ഇന്ത്യ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ട് എന്ന് നരേന്ദ്രമോദി പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 15 വയസ്സ് മുതൽ 59 വയസ്സ് വരെ, അതാണ് വർക്കിംഗ് ഏജ് എന്ന് പറയുന്നത്. ആ പ്രായഘട്ടത്തിലുള്ള മനുഷ്യരുടെ എണ്ണം കൂടുതലും പ്രായമായവരുടെ എണ്ണം കുറവുമാണ്. അതായത് 60+ പോപ്പുലേഷൻ്റെ തോത് ഇന്ത്യയിൽ ശരാശരി 7% ഉള്ളൂ. 60+ പോപ്പുലേഷൻ്റെ 7% ഉള്ളൂ ഇന്ത്യൻ ശരാശരി. പക്ഷേ കേരളത്തിൽ അതല്ല സ്ഥിതി. 60+ പോപ്പുലേഷൻ 17% കേരളത്തിൽ. അപ്പോൾ കേരളം ഇന്ത്യ വാർദ്ധക്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ കേരളം വാർദ്ധക്യത്തിലേക്ക് പോകും. അതുകൊണ്ട് കേരളം നേരത്തെ തന്നെ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്താ പറയുക, ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻ്റാണ് നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 2050 ആകുമ്പോഴേക്കും, അതായത് ഇന്ത്യയിൽ ഇപ്പോൾ 60+ കഴിഞ്ഞവർ, ഇന്ത്യയിലെ കണക്ക് 7% എന്ന് ഞാൻ പറഞ്ഞു. എത്ര ദശലക്ഷം ഉണ്ടെന്ന് നോക്കാം. അത് 153 ദശലക്ഷം പേരാണ് 60 കഴിഞ്ഞവരിപ്പോൾ ഉള്ളത്. 153 ദശലക്ഷം എന്ന് പറഞ്ഞാൽ 15 കോടിയിലധികം പേരാണ് ഇപ്പോൾ ഇങ്ങനെ ഈ 60 കഴിഞ്ഞവരുള്ളത്. അത് 2050 ആകുമ്പോഴേക്കും 34,70,00,000 അതായത് 34.347 ദശലക്ഷമാകും. അഥവാ 34,70,00,000 വർദ്ധിക്കും. അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും 2050 ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ UNFPA പറയുന്ന ഒരു കണക്കുണ്ട്. അതായത് യുണൈറ്റഡ് നേഷൻ്റെ തന്നെ ഒരു പഠനം പറയുന്നുണ്ട്. ഈ ഇന്ത്യയിലെ 60+ പോപ്പുലേഷൻ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഉള്ളത് 153 ദശലക്ഷം അഥവാ 15,30,00,000 എന്ന് നമ്മൾ പറഞ്ഞു. ഈ 15,30,00,000-ൻ്റെ 40% പേരും വളരെ ദാരിദ്ര്യത്തിലുള്ളവരാണ്. അതായത് ഇൻകം സ്രോതസ്സിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവരാണ് ഇതിൻ്റെ 40%. അപ്പോൾ അവർക്ക് ഈ സിൽവർ ഡിവിഡൻറ്റിലേക്ക് പോകാൻ ഒക്കില്ല. സിൽവർ ഡിവിഡൻറ്റിലേക്ക് പോകണം. അതായത് ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ് എന്ന് പറയുന്ന ആ സന്തോഷകരമായ കാലഘട്ടത്തിൽ നിന്ന് ഇനിയും അതുപോലെ സന്തോഷകരമായ മറ്റൊരു കാലഘട്ടം സൃഷ്ടിക്കാൻ കഴിയണം വാർദ്ധക്യത്തിൽ എങ്കിൽ സിൽവർ ഡിവിഡൻറ്റ് ലഭ്യമാകണം. എന്തൊക്കെയാണ് അതിന് വേണ്ടത് എന്ന് നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഇന്ത്യയിൽ അത് പറ്റാത്ത ഒരവസ്ഥയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് UN ചെയ്യുന്നത്. എന്താ കാരണം? 40% പേരും ഏറ്റവും, അതായത് വരുമാനത്തിൻ്റെ ഏറ്റവും താഴത്തെ ശ്രേണിയിൽപ്പെട്ടവരാണ് ഇന്ത്യയിൽ.
അത് മാത്രവുമല്ല, അതിലെ 20% പേർ അതിദരിദ്രരാണ്. എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ മീൽ ഒരു ദിവസം കഴിക്കാൻ പ്രാപ്തിയില്ലാത്തവരാണ് ഈ പറയപ്പെട്ട 60+ പോപ്പുലേഷനിലെ 20% പേർ. അതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? സാധാരണ രീതിയിൽ വാർദ്ധക്യം വലിയ ദുഃഖമായി മാറും അത്തരം ഒരു ജനതയ്ക്ക്. അങ്ങനെ ആയി മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി തന്നെ 2050 ആകുമ്പോഴേക്കുമാണ് അത് 35 കോടിയായി മാറും. 35,70,00,000 മാറുമെന്ന് UN പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിലേക്ക് 35 കോടി ജനങ്ങൾ കഷ്ടതയിൽ ജീവിക്കുന്ന ഒരവസ്ഥ വരരുത്. അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെട്ട സിൽവർ ഡിവിഡൻഡ്, പ്രായമായവർ ക്ഷേമൈശ്വര്യങ്ങളോടെ ജീവിക്കുകയും നമ്മുടെ GDPയുടെ വളർച്ചയിൽ വലിയ പരിക്കുകളില്ലാതെ ഇരിക്കുകയും ചെയ്യുക, ആ അവസ്ഥയെയാണ് സിൽവർ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ എങ്ങനെയാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കുറഞ്ഞു പോകുന്നത്? എപ്പോഴാണ്? ഏജിങ് കൂടി കൂടി വരിക, ന്യൂ ബർത്തുകൾ കുറഞ്ഞു വരിക. അങ്ങനെ ഒരു പ്രായമായ രാജ്യമായി മാറുമ്പോഴേക്കും ഇൻകം ടാക്സ് കൊടുക്കുന്നവരില്ല. അതായത് നമ്മുടെ തൊഴിലിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻകം ടാക്സ് കൊടുക്കുന്ന പരിധിയിലേക്ക് മുകളിലുള്ള വളരെ കുറച്ച് പേരെ കാണുള്ളൂ പെൻഷനിൽ നിന്ന് ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അധികം പേർക്കും ഇൻകം ടാക്സ് കൊടുക്കണ്ട എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിലേക്കുള്ള ടാക്സ് വരുമാനം കുറയുന്നു. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഒരു വിപണന മേള, അതായത് മൈജിയുടെ മേളയുണ്ട്, അല്ലെങ്കിൽ ആമസോൺ മേള, ഫ്ലിപ്കാർട്ട് മേള എന്നൊക്കെ പറഞ്ഞാൽ യുവജനങ്ങളാണെങ്കിൽ ചാടി പുറപ്പെടുകയാണ്. പോക്കറ്റിലുള്ളത് മാത്രമല്ല അവർ ചിലവഴിക്കുന്നത്, കടം വാങ്ങിയും ഏതൊക്കെ സോഴ്സിൽ നിന്ന് പണം കണ്ടെത്താമോ അതൊക്കെ കണ്ടെത്തിയാണ് അവർ വിപണിയിൽ ചിലവഴിക്കുക. പക്ഷേ 60+ പോപ്പുലേഷൻ ഒരു പക്ഷേ 70 വയസ്സ് വരെയൊക്കെ കുറേയൊക്കെ ഇങ്ങനെ ഓടി നടന്ന് ചിലവാക്കിയെന്നിരിക്കും. അതും കഴിയും 80+ ഒക്കെ ആകുമ്പോഴത്തേനും അവർ പോക്കറ്റിൽ പണം ഉണ്ടെങ്കിൽ തന്നെയും അത് വാങ്ങാൻ ഉപയോഗിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോഴാണ് ടാക്സ് ഗവൺമെൻറ്റിലെത്തുക. സാധനങ്ങൾ വാങ്ങാതാകുമ്പോൾ വീണ്ടും ടാക്സ് ഇല്ല. ഇനി അതുപോലെ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ ഇവിടെ ഇത്ര വലിയ ആഘോഷത്തോടു കൂടി കേരളത്തിൽ വന്ന് നടത്തുന്നത് പോലെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നടത്തുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഇവിടെ പോപ്പുലേഷൻ കൂടുതലുണ്ട്, എഡ്യൂക്കേഷനുണ്ട്, അതുപോലെ തന്നെ സ്പെൻഡിങ് കപ്പാസിറ്റിയും ഉണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക്. അപ്പോൾ ഇവിടുത്തെ യുവജനങ്ങൾ ചാടി ഇറങ്ങി വാങ്ങുന്നത് പോലെ ഈ അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ പുറകെ പോയി സാധനങ്ങൾ വാങ്ങുന്നവരല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനക്കാർ. ഒരുപാട് പേര് അവരും വാങ്ങുന്നുണ്ട്. ഞാൻ തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ ജനസംഖ്യയുടെ 2.6% കേരളത്തിലുള്ളത്. പക്ഷേ ഇന്ത്യയുടെ ആകെ ഉപഭോഗത്തിൻ്റെ 10.1% കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ വിപണന മേളകൾ ഇങ്ങനെ ഇഷ്ടം പോലെ ഒന്നിന് പുറകെ ഒന്ന്. തിരുവോണമാണെങ്കിൽ തിരുവോണം കഴിയുമ്പോഴത്തേക്ക് നവംബർ ആകുമ്പോഴത്തേനും ഈ ടൂറിസം മേള വരുന്നു. ആ ടൂറിസം മേള അടുത്ത മാർച്ച് വരെ നീണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് അധികം താമസിയാതെ വീണ്ടും തിരുവോണം വരികയല്ലേ. ഇതുപോലെ ഓരോ വിപണന മേളകൾ കേരളത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവിടെയൊക്കെ ചിലവഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വയോജനങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് 80+ പോപ്പുലേഷനൊക്കെ ഒത്തിരി കൂടി കഴിയുമ്പോഴത്തേക്കും അതും കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മക്കളെ, അതായത് ബർത്ത് റേറ്റ് കേരളത്തിൽ കുറഞ്ഞു പോകുന്നു. കേരളത്തിലെ റീപ്ലേസ്മെൻറ്റ് റേറ്റിനേക്കാൾ താഴെയാണ് ബർത്ത് റേറ്റ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം കൂടെ സംജാതമാകുമ്പോൾ എന്താണ് സംഭവിക്കുക? അതായത് ഏജിങ് പോപ്പുലേഷൻ അത് ഇവിടുത്തെ വിപണനത്തെ ബാധിക്കുന്നു. ആമസോണും ഫ്ലിപ്കാർട്ടും ഒന്നും ഇങ്ങോട്ട് വലിയ വിപണനത്തിന് വരാതെയാകുന്നു. അതുപോലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു തരത്തിലും അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലേക്കോ രാജ്യത്തിന് തന്നെ 2050 ആകുമ്പോഴത്തേനും ആ ഗതി വരും. കാരണം എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്? ഇവിടെ വലിയൊരു ജനസംഖ്യയുണ്ട്, അവരിഷ്ടം പോലെ വാങ്ങിക്കും എന്നതുകൊണ്ടാണ്. അപ്പോൾ ആ സാധ്യത കുറഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ അവരുടെ ഇങ്ങോട്ടുള്ള വരവ് എന്ന് വെച്ചാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തൊട്ട് എല്ലാതരം വ്യാവസായിക ക്രമങ്ങളിലും മാറ്റം വരും. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇനി എഡ്യൂക്കേഷൻ എടുക്കുക, കുട്ടികളില്ല, കുട്ടികളുടെ എണ്ണം കുറഞ്ഞു പോകുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ എഴുതിയ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ പോലെ മെഡിക്കൽ കോളേജുകളൊക്കെ സീറ്റുകൾ വെറുതെ കിടക്കും. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. ഇനി അപ്പോൾ അതേ സമയത്ത് വേറൊരു സ്ഥലത്ത് ഡിമാൻഡ് കൂടും. മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, മെഡിസിൻസ്, അതായത് ആ മെഡിക്കൽ ഭാഗം, ജെറിയാട്രിയുടെ വളർച്ച മൂലം മെഡിസിൻ്റെ ഭാഗത്ത് ജെറിയാട്രിയുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സാ സമ്പ്രദായങ്ങൾക്ക്, മരുന്നുകൾക്ക് ഒക്കെ ഡിമാൻഡ് കൂടും. അങ്ങനെ പക്ഷേ ആ വളർച്ച നഷ്ടപ്പെടുന്ന വളർച്ചയ്ക്ക് തത്തുല്യമായിരിക്കുകയില്ല. അപ്പോൾ ഉദാഹരണത്തിന് പോപ്പുലേഷനിലെ ഏജിങ്ങിൽ 10% വർധനവുണ്ടാകുമ്പോൾ
GDP-യുടെ ഇടിവ് 5.5% എന്നാണ് UNFPA കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് ഏജിങ് പോപ്പുലേഷൻ 10% വളർച്ച, ഇങ്ങനെയുള്ള ഏജ്ഡ് പോപ്പുലേഷൻ്റെ ആകെ പോപ്പുലേഷൻ്റെ റേഷ്യോയിൽ 10% ഏജിങ് പോപ്പുലേഷനാണ് എന്ന് പറഞ്ഞാൽ 5.5% താഴേക്കുള്ള വളർച്ചയാണ് GDP രേഖപ്പെടുത്തുക എന്ന്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ രാജ്യവും UNFPA പഠനം അനുസരിച്ച് പറയുന്നത് ഈ നെഗറ്റീവ് ഗ്രോത്ത്, അതായത് GDP-യിലുണ്ടാകുന്ന ഈ തിരിച്ചടി ഓവർകം ചെയ്യത്തക്ക രീതിയിൽ സിൽവർ ഡിവിഡൻഡ് ലഭ്യമാകാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം. അതായത് ഒരു ഭാഗത്ത് ഈ ഏജിങ് ആയിട്ടുള്ള പോപ്പുലേഷന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും, പുതിയ ഉൽപ്പന്നങ്ങൾ, അവരുടെ വെൽനസ് സെൻറ്റേഴ്സ്, അവർക്ക് വേണ്ടിയുള്ള അതായത് ഒത്തുചേരുന്നതിനുള്ള സാഹചര്യങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ, അങ്ങനെയുള്ള ഒത്തുചേരലുകളിലും വെൽനസ് സ്ഥാപനങ്ങൾ വഴി എന്താണ് പറയുക, ആയുർദൈർഘ്യം കൂട്ടാനുള്ള ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. ആയുർദൈർഘ്യം ഓൾറെഡി കൂടിയിരിക്കുകയാണ്. പക്ഷേ അതായത് അറ്റ് ദ എൻഡ് ശ്വാസം പോകുന്നത് വരെയുള്ള കാലത്തും മാന്യമായിട്ടും ആരോഗ്യകരമായിട്ടും ജീവിച്ചിരിക്കത്തക്ക രീതിയിലുള്ള എക്സർസൈസസ്, അതുപോലെ മനുഷ്യരുമായിട്ടുള്ള കൂടിച്ചേരലുകൾ, അതുപോലെ ആരോഗ്യ പരിപാലനത്തിന് സഹായകമായ രീതിയിലുള്ള അവർക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻ, പോഷണം എന്തൊക്കെയാണ് ആവശ്യം, അത് ആവശ്യമായ അളവിൽ ലഭ്യമാക്കുക. അതിനുവേണ്ടി പുതിയ തരം ചെറുപ്രായത്തിൽ കൂടുതൽ സ്റ്റാർച്ച് വേണമായിരുന്നെങ്കിൽ, കാർബോഹൈഡ്രേറ്റ്സ് വേണമായിരുന്നെങ്കിൽ, ഇപ്പോൾ വേണ്ടത് എന്താണ്? ആ രീതിയിലുള്ള ഭക്ഷണക്രമത്തിലെ മാറ്റം. അപ്പോൾ ഉൽപ്പാദനത്തിൽ തന്നെ ഒരു ഭാഗത്ത് നിന്ന് ഒരു ചില ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയുമെങ്കിൽ പകരം പുതിയ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കൂടും. അങ്ങനെ മാച്ച് ചെയ്യാൻ പറ്റണം. അതായത് GDP-യിലെ വിടവ് നികത്തത്തക്ക രീതിയിൽ പ്രായമായവർക്ക് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉൽപ്പാദന മേഖലയിലും വിതരണ മേഖലയിലും ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തുക. അങ്ങനെ വരുമ്പോഴത്തേക്കും GDP-യുടെ ഇടിവ്, GDP-യിലുണ്ടാകാൻ സാധ്യതയുള്ള താഴോട്ട് പോക്ക് ഒരു പരിധി വരെയെങ്കിലും പിടിച്ചു നിർത്താൻ കഴിയും. ഓവർ ആൻഡ് എബവ് ഈ സിൽവർ ഡിവിഡൻഡ് പൂർണ്ണമായിട്ടും അനുഭവഭേദ്യമാകണം എന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത്, അതായത് കുട്ടികളുടെ ജനനത്തെ പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ടാണ് ഈ ഏജിങ് മുൻപിൽ കണ്ടുകൊണ്ട് സിൽവർ ഡിവിഡൻഡ് ലഭ്യമാക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങൾ ഡിക്ലെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷനേക്കാൾ മുകളിലേക്ക് കൂടുതൽ കുട്ടികൾ എന്ന രീതിയിൽ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും GDP-യിൽ അതുകൊണ്ട് തന്നെ അപ്പോൾ ആ പഴയതുപോലെ തന്നെ GDP-യുടെ സ്ട്രക്ചർ നിലനിൽക്കും. അതുപോലെ തന്നെ സിൽവർ ഡിവിഡൻഡിന് വേണ്ടിയിട്ട്, അതായത് വാർദ്ധക്യത്തിലുള്ളവരുടെ പരിചരണത്തിനും മറ്റെല്ലാം അവരുടെ സ്വസ്ഥമായ നോർമലായിട്ടുള്ളൊരു ലൈഫ്, ഒരു സാധാരണ ഇൻഡിവിജ്വൽ കഴിഞ്ഞു പോകുന്നത് പോലുള്ള നോർമൽ ലൈഫ്, അതിനുള്ള സാഹചര്യം ഒരുക്കുക. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സിൽവർ ഡിവിഡൻഡിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ല. ഏതൊരു രാഷ്ട്രത്തിനും അത് സാധ്യമാണ്. ഒന്നാമത് ഓരോ വ്യക്തിക്കും ഒരു വിൽ പവർ ഉണ്ടാകണം. പ്രായം നമ്മുടെ പരിധിയിൽ നിൽക്കണം. അതായത് നമുക്ക് പ്രായത്തെ പിടിച്ചു കെട്ടാനുള്ള സർവ്വശക്തിയുമുണ്ട്, അതിനുള്ള സാഹചര്യങ്ങളുമുണ്ട്. കാരണം നമ്മുടെ മെഡിക്കൽ സിസ്റ്റം അതുപോലെ വികസിച്ചതാണ്. ഇപ്പം പ്രായമായവർക്ക് സംരക്ഷണം നൽകുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ സംരക്ഷണം നൽകുന്ന ഒരു മെഡിസിൻ അത് യൂറപ്പിലുണ്ടെങ്കിൽ അത് അടുത്ത ദിവസം തന്നെ കേരളത്തിലെത്തും. അത് അമേരിക്കയിലുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ ഇന്ത്യയുടെ ഏത് ഭാഗത്തും എത്തും. അപ്പോൾ അതുപോലെ ഈ അനൈഹിലേഷൻ ഓഫ് ഡിസ്റ്റൻസ്, അതായത് ഡിസ്റ്റൻസ് ഇല്ലാതെ ആയിരിക്കുകയാണ്. അറിവും അതുപോലെ തന്നെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്, മെഡിക്കൽ വേൾഡിലാണെങ്കിലും അതല്ല സാധാരണ ജീവിതത്തിലാണെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് മനസ്സുണ്ടോ? നമുക്ക് അതായത് നമ്മുടെ 60 വയസ്സ് കഴിയുമ്പോഴും 50 വയസ്സിൽ ജീവിച്ചതുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? 70 കഴിയുമ്പോഴും 60-ലെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? 80 കഴിയുമ്പോഴും 70-ലെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ തീർച്ചയായിട്ടും ആ പ്രായത്തെ നമുക്ക് പിന്നോട്ട് തള്ളിക്കൊണ്ട്, അതാണ് ISSA ആഗ്രഹിക്കുന്നതും. അപ്പോഴാണ് സിൽവർ ഡിവിഡൻഡ് ലഭ്യമാവുക. അങ്ങനെ സിൽവർ ഡിവിഡൻഡ് ലഭ്യമാകാത്ത പക്ഷം എല്ലാ നരച്ച മനുഷ്യരെയും എല്ലാ വൃദ്ധരെയും കണ്ടുകൊണ്ട് കുട്ടികൾ വളരെ കുറവുള്ള ഒരു ലോകത്ത് ജീവിതം എന്ത് ദുസ്സഹമാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ഈ വയോജനം ദിനം, അതായത് ഒക്ടോബർ 1-ാം തീയതി നമ്മളൊരു തീരുമാനമെടുക്കണം. ഞാൻ 10 വർഷം പുറകോട്ട് പോകും എൻ്റെ ജീവിതത്തിൽ. അതായത് 60 വയസ്സാണെങ്കിൽ ഞാൻ 50 വയസ്സിലേക്ക് പോകും, 70 വയസ്സാണെങ്കിൽ ഞാൻ 60-ലേക്ക് പോകും, 80 വയസ്സാണെങ്കിൽ ഞാൻ 70-ലേക്ക് പോകും. അങ്ങനെ ചുറുചുറുക്കോടെ
ജീവിക്കും, എനിക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനത്തിൽ ഉറച്ച കാൽവയ്പ്പുകളോടെ മുൻപോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം.